അസൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയും പാടെ അസ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കുകയാണ്. അപ്പോൾ ഗ്രീന് ടോപ്പും ബ്ലാക്ക് പാൻറ്റും പിന്നെ സ്വീറ്റ്സും എൻ്റെ അനിയത്തി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ പോപ്പിറ്റിൻ്റെ ബാഗും യെല്ലോ ബാഗും ഞങ്ങൾ തന്നെ അവൾക്ക് സർപ്രൈസായിട്ട് ഇന്ന് രാവിലെ കൊടുത്തതാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ അവൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് വാശി പിടിച്ചിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ചു കൊടുത്തില്ല. ഞാൻ വിചാരിച്ചു ബർത്ത്ഡേൻ്റെ അത് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന്. പിന്നെ ഈ ഡ്രോയിങ്ങിൻ്റെ സെറ്റും അതും ഞങ്ങൾ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിലൊരു ഡ്രോയിങ് ബുക്കും പിന്നെ ഒരു ഓയിൽ പേസ്റ്റ്, സ്കെച്ച്, റബ്ബർ കട്ടർ, പെൻസില്, ഇത്രയാണ് അതിലുള്ളത്. ഇതും ഇവൾ ഒരുപാട് മുമ്പ് വേണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതും ഞാൻ വിചാരിച്ചു ബർത്ത്ഡേൻ്റെ അന്ന് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന്. ആവശ്യമുള്ളത് കൊടുക്കുമ്പോഴാണ് അവർക്കൊരു സന്തോഷം ഉണ്ടാവുക. അവൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ബർത്ത്ഡേക്ക് ഞങ്ങൾ ഗിഫ്റ്റായി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലുള്ളത് എൻ്റെ വേറൊരു അനിയത്തി കൊടുത്ത ചെരുപ്പാണ്. ഇതും ഇവൾക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇതും ഞങ്ങൾ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഒരു ചെറിയൊരു ബാഗ്, അത് സ്കൂളിലേക്ക് പെൻസിൽ റബ്ബറൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ചെറിയൊരു പൗച്ചാണിത്. പിന്നെന്താ ചെറിയൊരു മാല, പൗഡറിൻ്റെ സ്പോഞ്ച്, പൗഡർ മുഖത്തിടാൻ വേണ്ടിയിട്ടുള്ള സ്പോഞ്ച്, ഒരു ചെറിയ റിങ്, വള. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ രാത്രി അസൻ്റെ ഉപ്പൻ്റെ ഫ്രണ്ട് വന്നിരുന്നു. അപ്പോൾ അവർ അസക്ക് കൊടുത്ത ഗിഫ്റ്റാണിത്. ഒരു പപ്പിക്കുട്ടി ബാഗുമാണ്. പിന്നെ ഞങ്ങൾ അസക്കൊരു ചെയിൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് അസൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്.